നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെ നിരാശയേകിയ ഒരു ദിവസം. രാജ്യം സന്തോഷത്തിന്റെ കൊടുമുടി കയറിയപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു നിമിഷത്തിനുള്ളിൽ താഴേക്ക് പതിച്ചിരിക്കുന്ന വാർത്ത പുറത്തുവരികയാണ്. പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ സുവർണ മോഹങ്ങൾക്ക് വൻ തിരിച്ചടി. വനിതകളുടെ 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ ഫൈനലിലെത്തിയ ഇന്ത്യയുടെ വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കും. ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കുന്നത് എന്നാണ് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ. ഗുസ്തിയിൽ മത്സരിക്കുന്ന താരങ്ങളുടെ ശരീരഭാരം മത്സര ദിവസം രാവിലെ പരിശോധിക്കും. ഇന്ന് രാവിലെ നടന്ന ഭാരപരിശോധനയിൽ വിനേഷ് ഫോഗട്ടിന് അനവദനീയമായ ഭാരപരിധിയേക്കാൾ 100 ഗ്രാം കൂടുതലാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിനേഷിനെ അയോഗ്യയാക്കിയത്. ഇതോടെ ഇന്ത്യക്ക് ഉറപ്പായ മെഡൽ കൂടി നഷ്ടമായിരിക്കുകയാണ്. വേദനാജനകമെന്ന് പറയാതെ അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. കാരണം സുവർണ പ്രതീക്ഷ, ഇന്ത്യയുടെ സ്വർണ്ണ മെഡൽ ദൂരത്ത് നിന്ന് പോയിരിക്കുകയാണ്. വെറും 100 ഗ്രാം എന്ന 100 ഗ്രാമിനൊക്കെ തന്നെ എത്ര വലിയ വിലയുണ്ട് എന്ന് ഇപ്പോൾ മനസ്സിലാവുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ വിനേഷ് ഫോഗട്ടിന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം സാധാരണഗതിയിൽ അറിയാം, ഒരു ഫൈനലിലേക്ക് വരുമ്പോൾ അന്ന് രാവിലെ തന്നെ ഭാരം എടുക്കുന്നതാണ്. അപ്പോൾ ഭാരം എടുത്തപ്പോഴാണ് ഇത്ര 100 ഗ്രാം കൂടുതലാണ് എന്ന് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ കാര്യം പുറത്തു വന്നത്. അല്പസമയം മുൻപ് വരെ ആവേശത്തിലായിരുന്നു രാജ്യം. മലയാളം അങ്ങനെ വിവിധ ഭാഷകളിലുള്ള എല്ലാ മാധ്യമങ്ങളും വിജേഷ് ഫോഗട്ടിന്റെ ഈ ഒരു വിജയത്തെ ആഘോഷപൂർവ്വമാക്കി മാറ്റിയിരുന്നു. വിജേഷ് ഫോഗട്ട് എന്ന ആ ഒരു ദൃഢപ്രതിജ്ഞ എഴുതിയ വനിതയുടെ ആവേശം, ആരവം ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങൾ ഒന്നടങ്കം ഏറ്റെടുത്തിരുന്നു. പക്ഷെ ഇത് വിജയം തന്നെയാണ്. എന്താണ് സാങ്കേതിക തകരാറുകൾ കാരണം, സാങ്കേതികമായ പല പ്രശ്നവും കാരണമാണ് ഇത്തരത്തിൽ മെഡൽ കൈവിട്ട് പോയിരിക്കുന്ന ഒരു കാഴ്ച ഉണ്ടാകുന്നത്. മത്സരിച്ച് 4ാം സ്ഥാനത്ത് വന്നിരുന്നുവെങ്കിലും അത്രയും വിഷമം ഉണ്ടാവില്ല. പക്ഷേ 100 ഗ്രാം ഭാരത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന ഈ ഒരു മാറ്റം, ഈ ഒരു തിരിച്ചടി, അതൊരു വല്ലാത്ത തിരിച്ചടി തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിരാശയിലാണ് രാജ്യം ഒന്നടങ്കം. കാരണം ഇന്നത്തെ ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും അങ്ങനെ സോഷ്യൽ മീഡിയ അടക്കി വാണ്ടിരുന്നതായിരുന്നു വിജേഷ് ഫോഗട്ടിന്റെ കഴിഞ്ഞ ദിവസത്തെ വിജയം, ഫൈനലിലെത്തിയ ആ ഒരു ആഘോഷം. പക്ഷേ ആഘോഷത്തിന് അല്പ ആയുസ് മാത്രമേ ഉള്ളൂ എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ മനസ്സിലാകുന്നത് 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ ഫൈനലിലെത്തിയ ഇന്ത്യയുടെ വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കും എന്ന് തന്നെയാണ്.